ഈ വീഡിയോയിൽ നമ്മൾ ലിവറേജ് റേഷ്യോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോ ലിക്വിഡിറ്റി റേഷ്യോയിൽ ഡിസ്കസ് ചെയ്തത്. ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത് സോൾവൻസി റേഷ്യോ എന്ന് പറയാം. അതായത് നമ്മുടെ ഫേമിന് ലോങ് ടേം സോൾവൻസിയെ ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് ലിവറേജ് റേഷ്യോ. ദാറ്റ് മീൻസ് വെദർ വി ആർ ഏബിൾ ടു മീറ്റ് അവർ ലോങ് ടേം ലയബിലിറ്റീസ് ഇൻ ദി ലോങ് റൺ. നമുക്ക് നമ്മുടെ ലോങ് ടേം ലയബിലിറ്റീസിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് ലിവറേജ് റേഷ്യോ. അപ്പോൾ ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏത് പാർട്ടിനെയാണ് അനലൈസ് ചെയ്യുന്നത്. ലിക്വിഡിറ്റി റേഷ്യോ നമ്മൾ കണ്ട് ഓൺലി ബാലൻസ് ഷീറ്റ് പാർട്ട്, ബാലൻസ് ഷീറ്റിലെ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും. അതുപോലെ ലിവറേജ് റേഷ്യോ ആണെന്നുണ്ടെങ്കിലും ബാലൻസ് ഷീറ്റിലെ ഐറ്റംസിനെ തന്നെയാണ് അനലൈസ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു ഐറ്റം മാത്രം, ഒരു റേഷ്യോ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലെ ഐറ്റം യൂസ് ചെയ്യേണ്ടി വരും. ബാക്കി എല്ലാ റേഷ്യോസും ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ഉപയോഗിച്ചാണ്. ഓക്കെ, ആദ്യത്തെ എന്താണ് ലിവറേജ് റേഷ്യോ എന്ന് നോക്കാം. ലിവറേജ് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് മെയിൻലി ടു ടെസ്റ്റ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കൺസേൺ ആൻഡ് ദിസ് റേഷ്യോ ഹെൽപ്സ് ടു അനലൈസ് ദ ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഓഫ് ദി ഫേം. മെയിൻലി ഡെറ്റ് ആൻഡ് ഇക്വിറ്റി റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുന്നതാണ് ലിവറേജ് റേഷ്യോ. നമുക്ക് നമ്മുടെ കടം വീട്ടാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന റേഷ്യോ. അതിൽ ആദ്യത്തെയാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. അപ്പോൾ ഏതാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, ഏതിന് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. ഇറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓണേഴ്സ് ക്യാപിറ്റൽ ആൻഡ് ക്രെഡിറ്റർഷിപ്പ് ക്യാപിറ്റൽ. ഓണർഷിപ്പ് ക്യാപിറ്റലും ക്രെഡിറ്റർഷിപ്പ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിൽ ചെക്ക് ചെയ്യുന്നത്. സോ ദ ഫോർമുല വിൽ ബി ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നാണ്. ഈ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ടാണ് നമ്മുടെ ക്രെഡിറ്റർഷിപ്പ് ക്യാപിറ്റൽ. അപ്പോൾ അതിനകത്ത് വരുന്ന ഐറ്റംസ് ആണ്, അതായത് നമ്മുടെ ന്യൂമറേറ്ററിൽ വരുന്ന ഐറ്റംസ് ആണ് ക്രെഡിറ്റർഷിപ്പ് ക്യാപിറ്റൽ. അതായത് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നീ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. അത് ഏതൊക്കെയാണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, അതിന് ഫിക്സ്ഡ് ഡിവിഡൻഡ് ആണ്. പിന്നീട് ഡിബെഞ്ചേഴ്സ് ഉണ്ടാവും, അതിന് നമുക്ക് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ലോൺസിന് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതെല്ലാമാണ് ഇൻട്രസ്റ്റ് അല്ല അവിടെ എഴുതേണ്ടത്, ഈ ക്യാപിറ്റൽ എമൗണ്ട് അല്ലെങ്കിൽ ഡിബെഞ്ചർ എമൗണ്ട് ഒക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ദെൻ ഡിനോമിനേറ്റർ ഇസ് ഓണേഴ്സ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഗിയറിംഗ് കണ്ടുപിടിക്കാൻ നേരം ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും മാത്രം ചേരുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂഷൻ വരാം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലേ എന്ന്. ഇവിടെ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. ക്യാപിറ്റൽ ഗിയറിംഗ് ചെയ്യാൻ നേരം ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസ് മാത്രമേ ഉള്ളൂ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റർഷിപ്പ് ക്യാപിറ്റലായിട്ടാണ് ക്യാപിറ്റൽ ഗിയറിംഗിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ ഒന്നീ ലോ ആവാം അല്ലെങ്കിൽ ഹൈ ആവാം. ലോ റേഷ്യോ എന്ന് പറഞ്ഞാൽ മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫേം സേഫാണ്, അതായത് നമ്മുടെ ഓണേഴ്സിൻ്റെ ക്യാപിറ്റലാണ് കൂടി നിൽക്കുന്നത്. ഓണേഴ്സിൻ്റെ ക്യാപിറ്റലാണ് കൂടി നിൽക്കുന്നതെങ്കിൽ നല്ലതല്ലേ? അതായത് നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് കുറവാണെന്നാണ് മീനിങ്. പക്ഷേ ഹൈ ഗിയർ ആണെങ്കിലോ ഇറ്റ്സ് ഹൈലി റിസ്കി. വി ഹാവ് ബോറോഡ് ലോട്ട് ഓഫ് ഫണ്ട്സ് ഫ്രം ഔട്ട്സൈഡ്. റിസ്ക് കൂടുതലാണ്. അപ്പോൾ റിസ്ക് കൂടുന്നതുകൊണ്ട് പ്രശ്നമില്ല, അതിനനുസരിച്ചുള്ള റിട്ടേൺ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ റിസ്കിനനുസരിച്ച് റിട്ടേൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈ ഗിയറിംഗ് ഒരിക്കലും നല്ലതല്ല. ഓക്കെ, ദെൻ ദേ ഷുഡ് ഗോ ഫോർ അങ്ങനെയുള്ള കമ്പനീസ് ലോ ഗിയറിംഗിലോട്ട് മാറണം. അതായത് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് കുറയ്ക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakh തന്നിട്ടുണ്ട്, ഡിബെഞ്ചേഴ്സ് 8 lakh, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 3 lakh, ലോൺ 3 lakh. ഇങ്ങനെ നമ്മൾ ക്യാപിറ്റൽ ഗിയറിംഗ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഗിയറിംഗിൻ്റെ ഫോർമുല അറിയാമല്ലോ, ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പോൾ ന്യൂമറേറ്ററായി ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട് ഏതൊക്കെ വരും? ഇവിടെ ആണെങ്കിൽ ഡിബെഞ്ചർ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ലോൺ. അപ്പോൾ അത് മൂന്നും കൂടെ ചേരുന്നതാണ് നമ്മുടെ ന്യൂമറേറ്റർ. അത് എത്ര വന്ന്? 14 lakh. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താ? ഓണേഴ്സ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഗിയറിംഗിൽ ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും. ഈ ക്വസ്റ്റ്യനിൽ റിസർവ് ആൻഡ് സർപ്ലസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ദാറ്റ് ഇസ് 2 lakh. Sorry, not 2 lakh, it's 20 lakh. So 14 lakh divided by 20 lakh gives you 0.7. 0.7 ആണ് വന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പെർസെൻറ്റേജിലോട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. സോ മൾട്ടിപ്ലൈ വിത്ത് 100. സോ വി ഗോട്ട് 70%. ഇപ്പോൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 70%. അത് ഹൈ ഗിയറിംഗ് ആണ്, ഹൈലി റിസ്ക്കിയാണ് ഹൈ ഗിയറിംഗ്. അതായത് ക്യാപിറ്റലിൻ്റെ 70%-ഓളം അവർക്ക് എന്തുണ്ട്? ഈ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് ഉണ്ട്. സോ ഇറ്റ് ഇസ് ഹൈലി റിസ്ക്കി. അപ്പോൾ ഇങ്ങനെയാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതൊന്ന് പഠിച്ചിട്ടുണ്ട്, തിയറിക്കും ചോദിക്കാറുണ്ട് വാട്ട് യു മീൻ ബൈ ക്യാപിറ്റൽ ഗിയറിംഗ്. പിന്നീട് പ്രോബ്ലം ഒന്ന് നോക്കി വെച്ചേക്കണം, 1 മാർക്കിനോ 2 മാർക്കിനോ ഉള്ള പ്രോബ്ലം. ഓക്കെ, ലിവറേജ് റേഷ്യോയിൽ ആദ്യ റേഷ്യോ കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഇത് എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും? ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും.
So it's a relationship between borrowed fund. Borrowed fund ആണ് debt എന്ന് പറയുന്നത്. Then owner's capital. And this ratio measures the ultimate solvency of a firm, and this ratio indicates relative proportion of debt and equity in financing the asset of a firm. പിന്നെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഫോർമുല എന്താണ്? ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഇപ്പോൾ ഡെറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ന്യൂമറേറ്ററിൽ ഡെറ്റ് എന്തൊക്കെയാണെന്ന്. ഡെറ്റ് റെഫേഴ്സ് ടു ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. എല്ലാ ഔട്ട്സൈഡ് ലയബിലിറ്റീസിനെയും ഡെറ്റ് എന്നാണ് പറയുന്നത്. അതായത് ലോങ് ടേം ലയബിലിറ്റീസ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ലോൺസ്, ഡിബെഞ്ചേഴ്സ്. ഡിനോമിനേറ്റർ വരുന്നത് ഇക്വിറ്റി. ഇക്വിറ്റി റിഫേഴ്സ് ടു ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇവിടെ നോക്കി ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താ എടുത്തിരിക്കുന്നത്? ഇവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെയും കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇക്വിറ്റി ആയിട്ട്. പക്ഷേ ക്യാപിറ്റൽ ഗിയറിംഗ് ചെയ്തപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തില്ല. അപ്പോൾ അത് ഓർത്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ മീൻസ് ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഡെറ്റ് കംപ്രൈസസ് ഓഫ് ഡിബെഞ്ചേഴ്സ് ആൻഡ് ലോങ് ടേം ലോൺസ്. Then equity comprises of equity share capital, then preference share capital and reserves and surplus. Okay, ഇനി അടുത്തത് proprietary ratio നോക്കാം. Proprietary means owner എന്നുള്ള മീനിങ് ആണ്. So this ratio is the relationship between shareholders fund to total asset. Shareholders ഫണ്ടും ടോട്ടൽ അസറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഏത് റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത്? proprietary ratio. This ratio indicates what percentage of total assets is financed by the shareholders fund. അതായത് ഈ റേഷ്യോ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കൊണ്ട് തന്നെയാണോ നമ്മുടെ ടോട്ടൽ അസറ്റ് ഫിനാൻസ്. അസറ്റ് ഫണ്ട് വേണം നമുക്ക്. വി നീഡ് ടു പർച്ചേസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, വി നീഡ് ടു ഇൻവെസ്റ്റ് ഇൻ എ ന്യൂ പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ അസറ്റ് വേണമെന്നുണ്ടെങ്കിൽ വി നീഡ് മോർ ഫണ്ട്. അപ്പോൾ ഫണ്ട് റേസ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഓണേഴ്സ് ക്യാപിറ്റലും വഴിയും റേസ് ചെയ്യാറുണ്ട്, ബോറോഡ് ഫണ്ടും വഴി റേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ടോട്ടൽ അസറ്റിൻ്റെ എത്രമാത്രം നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉപയോഗിച്ചാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ്സിൽ എത്രമാത്രം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ആ റിലേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ടോട്ടൽ അസറ്റ് ഇൻക്ലൂഡ് ഓൾ അസറ്റ്സ് എക്സ്ക്ലൂഡിങ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഒഴികെയുള്ള എല്ലാ അസറ്റ്സും എന്തിനകത്ത് വരും? ഈ ടോട്ടൽ അസറ്റ്സിൽ വരും. ഇനി അടുത്തത് സോൾവൻസി റേഷ്യോ. ദിസ് റേഷ്യോ ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ടു ടോട്ടൽ അസറ്റ്സ്. അതായത് ഔട്ട്സൈഡ് ലയബിലിറ്റീസും ടോട്ടൽ അസറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ജനറലി ലോവർ ദി റേറ്റ് ഓഫ് ടോട്ടൽ ലയബിലിറ്റീസ് ടു ടോട്ടൽ അസറ്റ്സ് അപ്പിയേഴ്സ് ടു ബി മോർ സാറ്റിസ്ഫാക്ടറി. അതായത് ടോട്ടൽ അസറ്റ്സിൻ്റെ എത്രമാത്രം നമ്മൾ നമ്മുടെ ലയബിലിറ്റീസ് ഉപയോഗിച്ച്, ലയബിലിറ്റി വഴി കിട്ടിയ ഫണ്ട് ഉണ്ടല്ലോ, ഈ ലയബിലിറ്റീസിൽ എത്രമാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ടോട്ടൽ അസറ്റ്സ് വാങ്ങിയിരിക്കുന്നത്, അത് കുറവാവുന്നതാണ് നല്ലത്. കാരണം നമ്മൾക്ക് കൂടുതലും ഓണേഴ്സ് ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ടോട്ടൽ അസറ്റ്സ് വാങ്ങുന്നതാണ് നല്ലത്. എന്തുപയോഗിക്കാതെ? ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റി ഉപയോഗിക്കാതെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഈ റേഷ്യോ കുറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏതാ? ടോട്ടൽ ലയബിലിറ്റീസ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ കുറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ലയബിലിറ്റി ഉപയോഗിച്ച് ഒരിക്കലും നമ്മൾ അസറ്റിനെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കരുത്. വേറെ ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ മാത്രമേ അതിന് പോകാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ. This ratio shows the relationship between fixed assets after depreciation and shareholders fund. It is calculated as fixed assets divided by shareholders fund. അപ്പോൾ ഈ റേഷ്യോ ഫിക്സ്ഡ് അസറ്റ്സും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുന്നതാണ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ ഉള്ളത് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ കൺസിഡർ ചെയ്യണം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വേണം, ലോങ് ടേം ബോറോയിങ്സും കൺസിഡർ ചെയ്യുക. Then if the ratio is more than 100%, it shows that the funds are not sufficient to finance the fixed asset. അതായത് ഇത് വരത്തില്ലേ, ലോങ് ടേം ബോറോയിങ്സ് വരത്തില്ല. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഉള്ളൂ, ലോങ് ടേം ബോറോയിങ്സ് ഇല്ല. ഇത് 100% മുകളിലാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും കഴിഞ്ഞ് ഇവർ പൈസ ഉപയോഗിച്ചിട്ടുണ്ട് ഈ അസറ്റ്, ഫിക്സ്ഡ് അസറ്റ് വാങ്ങാനായിട്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും കഴിഞ്ഞുള്ള പൈസ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലയബിലിറ്റീസും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഈ ഫിക്സ്ഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ 100% മുകളിൽ വരുന്ന ഒരിക്കലും നല്ലതല്ല ഏത് റേഷ്യോ? ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ. ഇനി അടുത്ത റേഷ്യോ ഡെറ്റ് സർവീസ് ഓർ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇവിടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഐറ്റം വേണ്ടി വരുമെന്ന്. ഓക്കെ, ദിസ് റേഷ്യോ എക്സ്പ്രസ്സസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് to fixed interest charges. This ratio shows how many times the interest charges are covered by the profit. അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് എത്രമാത്രം ഏർണിങ്സ് ഉണ്ട്, അതും എന്തും തമ്മിലുള്ള കമ്പാരിസണാണ്? എത്ര
ഈ ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുന്നേ എത്രമാത്രം ഏർണിങ്സ് ഉണ്ട്, അതിൽ എത്രയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതെന്ന്. അപ്പം ടൈംസ്, അതായത് റേറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് നല്ലതാണ്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 11 times ഗ്രേറ്റർ ദാൻ ദ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതലല്ലേ. അപ്പോൾ 5 times ഗ്രേറ്റർ ആണോ നല്ലത്, 11 times ഗ്രേറ്റർ ആണോ? എപ്പോഴും 11 times ഗ്രേറ്റർ ദാൻ അവർ ഇൻട്രസ്റ്റ് ആയിരിക്കും നല്ലത്. കാരണം അത്രമാത്രം പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് ratio of long-term debt to shareholders fund. This ratio shows the relationship between long-term debt and shareholders fund. A higher ratio is not a healthy sign. കാരണം എന്താണ്, ഒരിക്കലും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെക്കാട്ടി എന്ത് കൂടാൻ സമ്മതിക്കരുത്, ഡെറ്റ് കൂടാൻ സമ്മതിക്കരുത്. അത് റിസ്ക് ആണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫോർമുല എന്ന് പറയുന്നത് ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അത് എപ്പോഴും കുറവാകുന്നതാണ് നല്ലത്. നെക്സ്റ്റ് ഫിക്സ്ഡ് അസെറ്റ്സ് ടു നെറ്റ് വർത്ത്. ഫിക്സ്ഡ് അസെറ്റ് ടു നെറ്റ് വർത്ത് മുമ്പേ പറഞ്ഞതാണ് തോന്നുന്നു കേട്ടോ. ഫിക്സ്ഡ് അസെറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സെയിം കാര്യം തന്നെ. ദ റേഷ്യോ റിവീൽസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സ്ഡ് അസെറ്റ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ദി പർപ്പസ് ഓഫ് ദിസ് റേഷ്യോ ഇസ് ടു ഫൈൻഡ് ഔട്ട് ദ പെർസെൻറ്റേജ് ഓഫ് ഓണേഴ്സ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സ്ഡ് അസെറ്റ്സ്. അതായത് ഫിക്സ്ഡ് അസെറ്റ്സിൽ എത്രമാത്രം ആണ് ഓണേഴ്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് എപ്പോഴും നല്ലത്. ഓണേഴ്സ് ഫണ്ടാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഔട്ട്സൈഡ് ലയബിലിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല. ഫിക്സ്ഡ് അസെറ്റ് പർച്ചേസ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ഓണേഴ്സ് ഫണ്ട് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലെവറേജ് റേഷ്യോ. ഇനി അടുത്ത വീഡിയോയിൽ ഒരു പ്രോബ്ലം ചെയ്ത് കാണിക്കാം ലെവറേജ് റേഷ്യോയുടെ. ഓക്കെ, അപ്പോൾ ഇത്ര നല്ല രീതിയിൽ പഠിച്ച് വെച്ച് നോക്കണം. ഇത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ചോദിക്കാറുണ്ട്, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ചോദിക്കാറുണ്ട്, ദെൻ ഫിക്സ്ഡ് അസെറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ, ഇതെല്ലാം വേണ്ടി വരുന്നതാണ്. നമുക്കിതൊക്കെ വെച്ച് ചിലപ്പം ഒരു ഫൈനൽ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ആ സാഹചര്യത്തിൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. Okay, thank you.